നിന്നെ കണ്ട ഈ പണി ചെയ്ത് ജീവിക്കണ പെണ്ണാന്നേ പറയില്ല. ഒരു ടീച്ചറാണെന്നേ തോന്നുന്നു. തോന്നലുകളാണ് പ്രശ്നം. ഒന്നും തോന്നാണ്ടിരുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? നീ ഏതുവരെ പഠിച്ചു? ഡിഗ്രി. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ വെളിച്ചൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ പഠിപ്പൊക്കെ നോക്കിയിരുന്നതും വെളിച്ചനായിരുന്നു. ഞാൻ ഡിഗ്രി പാസ്സായതും വെളിച്ചൻ ഫീൽഡ് ഔട്ട് ആയതും ഒരുമിച്ചായിരുന്നു. വെളിച്ചൻ പാടാതിന് ശേഷം അവർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഒരാൾ എന്നെ പ്രേമിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. പുള്ളിക്കാരൻ പിന്നാലെ നടന്നിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അവസാനം പെണ്ണു വെച്ച് വീട് വരെ എത്തി. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പാണ് കേട്ടോ. നല്ല മൊഞ്ചനാണ്. പിന്നെ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നതും. അവര് വേറെ ഒന്നും പ്രത്യേകിച്ച് അന്വേഷിക്കാൻ നിന്നില്ല, കെട്ടിച്ചങ്ങ് വിട്ടു. പിന്നെ പുള്ളിയുടെ കൂടെ അങ്ങ് ചെന്നൈക്ക് പോയി. ജീവിക്കാൻ കൊതി തോന്നിയിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. അവിടെ എത്തിയപ്പോ അവൻ എന്നെ നല്ല വിലക്ക് വിറ്റു. പിന്നെ ഒരു വർഷം അവന്റെ കൂട്ടുകാരും പോകുന്നവരും വരുന്നവരും എല്ലാം. ഏതോ ഒരു രാത്രിയിൽ എവിടെയോ കൊണ്ടാക്കിയിട്ട് അവനങ്ങ് പോയി. നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ എന്തിനാ ഈ പണിക്ക് പോണേന്ന്? അവൻ എന്നെ ഉപേക്ഷിച്ചു പോയ ആ രാത്രിയിൽ എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നൊക്കെ അറിയാൻ വയ്യാണ്ട് നിന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കുറച്ച് തെരുവ് പട്ടികൾ മാത്രമാണ്. ഇന്ന് ഈ സദാചാരം പറഞ്ഞു നടക്കുന്ന പല തെണ്ടികളും അന്ന് എന്റെ തുണിയെ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ആ തെരുവ് പട്ടികൾ തന്ന വില പോലും ഇവര് തന്നിട്ടില്ല എനിക്ക്. ഈ ചാവാനും ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവും. അതനുഭവിച്ചു, ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു, കാശുണ്ടാക്കാനും. സത്യം പറഞ്ഞ മടുത്തു സാറേ. നമ്മുടെ പാവാടയുടെ അടിയിൽ യന്ത്രമൊന്നുമല്ലല്ലോ. അല്ലേക്കാ, ഇക്കെങ്ങനെയാ കള്ളുടിയനായത്? ഞാനൊരു കല്യാണം കഴിച്ചടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ. പക്ഷെ അവള് വേറെ ആളുടെ കൂടെ പോയി. അടിപൊളി. അവള് പോയതിന് ശേഷം ഭയങ്കര മടുപ്പാ. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ. അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണത്. അവള് പോയത് സഹിക്കാൻ പറ്റിയില്ല.